ഹലോ മക്കളെ, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠം മാറ്റങ്ങളുടെ രസതന്ത്രം, അതിൻ്റെ ഒരു ഫുൾ വീഡിയോ, ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ വീഡിയോയിൽ ആ ചാപ്റ്റർ മൊത്തം പറയുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. മക്കളെ, ഈ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഈ പാഠഭാഗത്തിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ദ്രവ്യത്തെക്കുറിച്ചാണ്. ദ്രവ്യം എന്താണെന്ന് പഠിക്കണം. ഇനി ദ്രവ്യം പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട രണ്ട് ടേംസാണ്, ഒന്ന് വ്യാപ്തവും അതുപോലെ മാസും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനുശേഷം ദ്രവ്യത്തെ പ്രധാനമായും 3 അവസ്ഥകളിലാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്: ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സവിശേഷതകളുടെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റുപാടും നടക്കുന്നത്. ഒന്ന് ഭൗതിക മാറ്റവും രണ്ടാമത്തത് രാസമാറ്റവും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസ്ഥാ പരിവർത്തനത്തെക്കുറിച്ചാണ്. അവസ്ഥാ പരിവർത്തനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ പഠിക്കുക രാസപ്രവർത്തനങ്ങൾ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് രാസപ്രവർത്തനം. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് രാസമാറ്റങ്ങളും ഊർജ്ജമാറ്റവും എന്നായിരിക്കും. പക്ഷേ നമുക്കിതിനെ മറ്റൊരു ഹെഡിങ്ങിൽ ഇതിനെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ രാസപ്രവർത്തനം എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. പ്രധാനമായിട്ടും 3 രാസപ്രവർത്തനങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് താപരാസപ്രവർത്തനം, 2 പ്രകാശരാസപ്രവർത്തനം, 3 വൈദ്യുത രാസപ്രവർത്തനം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, എല്ലാ രാസപ്രവർത്തനത്തിൻ്റെയും നിർവചനം നമ്മൾ പഠിക്കണം. അതിലെ ഓരോ ഉദാഹരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. പ്രധാനമായിട്ടും താപരാസപ്രവർത്തനത്തിന് ടെക്സ്റ്റ് ബുക്കിൽ ആകെ കൂടെ ടോട്ടൽ കൊടുത്തിരിക്കുന്നത് 5 രാസപ്രവർത്തനങ്ങളാണ്. പക്ഷെ നമ്മൾ ടോട്ടൽ 6 രാസപ്രവർത്തനങ്ങൾ കൂടി പഠിക്കും. അതുപോലെ തന്നെ പ്രകാശരാസപ്രവർത്തനത്തിന് 3 ഉദാഹരണങ്ങളാണ് പഠിക്കാനുള്ളത്. വൈദ്യുത രാസപ്രവർത്തനത്തിനും ഇതുമായി ബന്ധപ്പെട്ട് 4 ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. സോ നമ്മൾ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രവ്യത്തെക്കുറിച്ചാണ്. എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും നമുക്കിത് വിളിക്കാം, ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ചുറ്റുപാടുള്ള എല്ലാ വസ്തുക്കളും പൊതുവെ ദ്രവ്യം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെഫിനിഷൻ പഠിച്ച സമയത്ത്, നിർവചനം പഠിച്ച സമയത്ത് നമ്മൾ 2 വാക്കുകൾ ശ്രദ്ധിച്ചു: സ്ഥിതി ചെയ്യാൻ സ്ഥലം, അതുപോലെ മാസും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. അതുപോലെ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, അതിനെ നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം, അതിൻ്റെ വ്യാപ്തം എന്ന് പറയാം. വ്യാപ്തം എന്ന് പറയാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ പറയാണ്, ഒരു ബീക്കർ എടുക്കുക, പകുതി വെള്ളം നിറയ്ക്കുക, അതിലേക്ക് കല്ല് ഇറക്കി വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും കല്ലിറക്കി വെക്കുന്ന സമയത്ത് ജലത്തിൻ്റെ ലെവൽ മുകളിലേക്ക്, ജലനിരപ്പ് മുകളിലേക്ക് എന്ത് ചെയ്യും, ഉയരും. എന്തുകൊണ്ടായിരിക്കും? കല്ലെന്ന് പറഞ്ഞൊരു ദ്രവ്യമാണ്. കല്ലിന് എന്ത് വേണം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ജലത്തിലെ ചില സ്ഥലങ്ങളിൽ കല്ല് സ്ഥിതി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ജലത്തെ അത് ആദേശം ചെയ്യും. അപ്പോൾ ജലനിരപ്പ് ഉയരാൻ കാരണമാവും. അതുപോലെ നമ്മൾ ഈ ജലമെന്ന് പറഞ്ഞാലും ഒരു ദ്രവ്യമാണല്ലോ. ജലത്തിനും എന്താവശ്യമാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ അവിടെ സ്ഥലം ഇല്ലാതെ വന്നപ്പം ജലം എന്ത് ചെയ്തു? അതിൻ്റെ ജലനിരപ്പ് ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്തിക്കൊണ്ട് ജലം മുകളിലേക്ക് വന്നു. അതിനും സ്ഥിതി ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് എന്താണ്? കല്ലായാലും ജലമായാലും അത് രണ്ടിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചിത്രം 4.3 നമ്മോട് പറയാണ്, ബീക്കറിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ കമഴ്ത്തിക്കൊണ്ട് അതിലേക്ക് താഴ്ത്തി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിരീക്ഷിക്കുന്നതാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യില്ല മക്കളെ, വെള്ളം കയറില്ല. കാരണം എന്താ? ഗ്ലാസ്സിൽ ഓൾറെഡി വായു ഉണ്ടാവും, അല്ലേ? വായു എന്ന് പറഞ്ഞാലും ഒരു ദ്രവ്യമാണ്. അതിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വെള്ളത്തിലേക്ക് ഇറക്കുന്ന സമയത്ത് വെള്ളം എന്തുകൊണ്ടാണ് ഗ്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാത്തതിന് കാരണം, ആ ഗ്ലാസ്സിനുള്ളിലുള്ള സ്ഥലം
ആര് സ്ഥിതി ചെയ്യുന്നുണ്ട് ഗ്ലാസ്സിനുള്ളിൽ? വായു സ്ഥിതി ചെയ്യുന്നുണ്ട്. വായുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് വെള്ളത്തിന് കയറാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ആ ഗ്ലാസ്സിൽ നിന്ന് ജസ്റ്റ് ചരിച്ചു കഴിഞ്ഞാൽ ആ വായു പുറത്തേക്ക് വരികയും ഗ്ലാസ്സിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസ് പരീക്ഷണങ്ങളും സൂചിപ്പിക്കുന്നത്, ഒന്നാമത്തെ ആക്ടിവിറ്റി സൂചിപ്പിക്കുന്നത് ഈ കല്ല് അതുപോലെ ജലം എന്നിവയ്ക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്കറിയാം വായു അതുപോലെ വായുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ നമ്മോട് ചോദിക്കുകയാണ്, വായുവിന് മാസ് ഉണ്ടോ? അപ്പോൾ അത് തെളിയിക്കാനുള്ളൊരു പരീക്ഷണം നമ്മോട് പറയുന്നത്, വായു നിറയ്ക്കാത്ത ഫുട്ബോളിൻ്റെ മാസും വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസും ഒന്ന് തന്നെയായിരിക്കും ഒന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് തന്നെ ആയിരിക്കില്ലല്ലോ മക്കളെ, അല്ലേ? നമ്മളതൊരു ഡിജിറ്റൽ ബാലൻസ് വെച്ച് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വായു നിറച്ച ഫുട്ബോളിനായിരിക്കും ഒന്നും കൂടി മാസ് കൂടുതൽ. അപ്പോൾ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെസ്, വായു നിറച്ചതിന് ശേഷമാണല്ലോ ഈ ഫുട്ബോളിൻ്റെ മാസ് കൂടിയത്. മാസ് കൂടാനുള്ള കാരണം വായുവിന് മാസ് ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ജലമായാലും വായുവായാലും ഏതെങ്കിലും ഖരപദാർത്ഥങ്ങളായാലും ഇവയെല്ലാം എന്താണ്? ദ്രവ്യമാണ്. ഇവർക്കെല്ലാം മാസ് ഉണ്ട്, ഇവർക്കെല്ലാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. റെഡി? ഇനി നമുക്ക് പട്ടിക 4.1 നോക്കാം. കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അത് ഖരം, ദ്രാവകം, വാതകം. നമ്മൾ ടിക്ക് ഇടാനാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ശരിയാണെങ്കിൽ അതിന് നേരെ ടിക്ക് ഇടാനാണ് പറയുന്നത്. നിശ്ചിത മാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഖരമായാലും ദ്രാവകമായാലും വാതകമായാലും അതിനൊക്കെ എന്തുണ്ട്? നിശ്ചിത മാസ് ഉണ്ട്. നിശ്ചിത വ്യാപ്തമുള്ളത് ഖരത്തിനും ദ്രാവകത്തിനും മാത്രമാണ്, വാതകത്തിനില്ല. നിശ്ചിത ആകൃതിയുള്ളത് ഖര വസ്തുക്കൾക്കാണ്, ദ്രാവകത്തിനും വാതകത്തിനും എന്തില്ല? നിശ്ചിത ആകൃതി ഇല്ല കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങൾ. അത് രണ്ട് തരമുണ്ട്. ഒന്ന് ഭൗതിക മാറ്റവും രണ്ടാമത്തത് രാസമാറ്റവും. അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ പട്ടിക 4.2 പറയുന്നത് സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളും വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും. ചെറിയൊരു എക്സാമ്പിൾ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു. ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനമാണോ അതോ സാവധാനത്തിൽ നടക്കുന്നതാണോ? സാവധാനത്തിൽ, അല്ലേ? അതുപോലെ സോഡിയവും ജലവും തമ്മിലുള്ള പ്രവർത്തനം പെട്ടെന്ന് നടക്കുന്നൊരു രാസപ്രവർത്തനമാണ് ഈ സോഡിയവും ജലവും തമ്മിലുള്ള രാസപ്രവർത്തനം. അപ്പോൾ ഇത് ഏതിലാണ് ഉൾപ്പെടുക മക്കളെ? വേഗത്തിൽ നടക്കുന്ന മാറ്റം, അല്ലേ? പേപ്പർ കത്തുന്നു, ഇതൊക്കെ ഏതിലാണ് വരിക? വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഇതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് താഴെ പറയുന്ന ഈ കാര്യമാണ്. നമുക്ക് മാറ്റങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം, ഭൗതിക മാറ്റമെന്നും രാസമാറ്റമെന്നും. എന്താണ് ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം? മക്കളെ, ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക മാറ്റമാണ്. രാസമാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരമാറ്റമാണ്. ഭൗതിക മാറ്റത്തിൽ സംഭവിക്കുന്നത് തന്മാത്രകളുടെ, അതായത് പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ രാസമാറ്റമാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു പുതിയൊരു പദാർത്ഥമായിട്ട് മാറും. അത്തരം മാറ്റങ്ങളെ പറയുന്ന പേരാണ് രാസമാറ്റം. റെഡി? ഇനി അവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, ശരിയാണ്. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറും, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. പാല് തൈരാകുന്നു. ഈ പാല് തൈരാകുക എന്ന് പറഞ്ഞാൽ, പാല് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥമായിരുന്നു, തൈര് മറ്റൊരു പദാർത്ഥമാണ്. ഇവിടെ നടക്കുന്നത് പാല് പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറി. ഇനി ആ തൈരിനെ തിരിച്ച് പാലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നടത്തുന്ന മാറ്റം ഏതായിരിക്കും? തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റത്തെ നമുക്ക് രാസമാറ്റം എന്ന് പറയാം. എന്ത് പറയാം? രാസമാറ്റം. റെഡിയല്ലേ? താഴെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഭൗതിക മാറ്റമെന്നും രാസമാറ്റമെന്നും പട്ടികപ്പെടുത്തണം. ഒന്നാമത്തേത്, പാല് തൈരാകുന്നു, രാസമാറ്റമാണ്. മെഴുക് ഉരുകുന്നു, ഭൗതിക മാറ്റമാണ്. മെഴുകുതിരി കത്തുന്നു, കത്തുന്നു എന്ന് കണ്ടാൽ മക്കളെ അതെല്ലാം രാസമാറ്റമാണ്. ജലം ഐസാകുന്നു, അതൊരു ഭൗതിക മാറ്റമല്ലേ? നമുക്ക് തിരിച്ച് ഐസിനെ ജലമാക്കിക്കൂടെ? അപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ ഭൗതിക മാറ്റമാണ് കേട്ടോ. ഐസ് ഉരുകുന്നു, അതും ഭൗതിക മാറ്റമാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു, ജലത്തിൽ ലയിച്ച ഉപ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല, നമുക്ക് പഴയ അവസ്ഥയിലേക്ക് ആ പദാർത്ഥത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഈ കേസിൽ. അപ്പോൾ ഇതൊരു ഭൗതിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു, ഇത് രാസമാറ്റമാണ്. വിറക് കത്തുന്നു, കത്തുന്നത് കണ്ടാൽ മക്കളെ രാസമാറ്റം. ഇനി
അത്രയേ ഉള്ളൂ അവിടെ പഠിക്കാൻ. അപ്പോൾ ഭൗതിക മാറ്റവും രാസമാറ്റത്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടേബിൾ കാണാം നിങ്ങൾക്ക്. ഈ പട്ടികയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം, ഈ മൂന്നവസ്ഥയിൽ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റും കാണപ്പെടുന്നുണ്ടല്ലോ. ഇവരുടെ ചില സവിശേഷതകൾ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മളൊന്ന് അതിൻ്റെ വ്യത്യാസങ്ങൾ ഒന്ന് പട്ടികപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു പട്ടിക ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ചിത്രങ്ങൾ റഫായിട്ട് വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് ഖരമാണ്, രണ്ടാമത്തത് ദ്രാവകമാണ്, മൂന്നാമത്തത് വാതകമാണ്. ചിത്രം അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, ഞാൻ മക്കളെ നമ്മുടെ സ്ക്രീനിൽ തന്നെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം വന്നത്. പക്ഷേ നിങ്ങൾക്ക് ചിത്രത്തിൻ്റെ ക്ലാരിറ്റിയിലൊന്നും കുറവില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ വൃത്താകൃതിയിൽ കാണുന്നത് കണികയാണ്. ഖരപദാർത്ഥമാണെങ്കിൽ കണികകളെല്ലാം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അവരുടെ തമ്മിൽ അകലങ്ങളൊന്നുമില്ല. പക്ഷെ ദ്രാവകമാണെങ്കിൽ കണികൾ തമ്മിൽ അകലം കുറച്ചുണ്ട്, പിന്നെ അടുത്തടുത്തല്ല സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അവർ തമ്മിലുള്ള ആകർഷണം വളരെ കുറവാണ്, ഖരത്തേക്കാൾ കുറവാണ്. വാതകമാവുമ്പം അകലം കൂടുന്നു, ആകർഷണം കുറയുന്നു, അല്ലേ? അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കാനൊക്കെ പറ്റും. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പട്ടിക എന്ത് ചെയ്യേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്. ഒന്നാമത്തേത് കണികകൾ തമ്മിലുള്ള അകലം. ഒന്ന് നോക്കുക, 3 കേസിലും അകലം ഖരപദാർത്ഥത്തിൽ എന്താ പ്രത്യേകത? അകലം വളരെ കുറവല്ലേ? ദ്രാവകമാണെങ്കിലോ അകലം പറയുകയാണെങ്കിൽ ഖരത്തേക്കാൾ കൂടുതലാണ്. വാതകത്തിലാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും കണികകൾ തമ്മിലുള്ള അകലം. ഇനി അടുത്തത് കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം. മക്കളെ, ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ അട്രാക്ഷനാണ്. ഏറ്റവും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവരാണ്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ ആരിലായിരിക്കും? ഖരത്തിൽ. ഏറ്റവും കുറവോ? വാതകത്തിൽ. അതുപോലെ കണികകളുടെ ചലനം, വേഗം. ഏതിലാണ് കണികകൾ ഏറ്റവും വേഗത്തിൽ ചലിക്കുക? വാതകത്തിൽ. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഖരപദാർത്ഥത്തിൽ. ഇനി കണികകളുടെ ഊർജ്ജം. നമ്മൾ ചലിക്കും തോറും ഊർജ്ജം കൂടും. അപ്പോൾ നിങ്ങൾ പറയാം, ഖരത്തിലാണോ വാതകത്തിലാണോ ഊർജ്ജം ഏറ്റവും കൂടുക? വാതകത്തിൽ. ഖരത്തിൽ വളരെ കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം. ഇനി തൊട്ടതായൊരു ചോദ്യമുണ്ട് മക്കളെ. ഒരു ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികളുടെ ഊർജ്ജത്തിനും എന്താണ് സംഭവിക്കുക? എല്ലാവരും ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ പറയുന്നത് ഒരു ഖരവസ്തുവിനെ ചൂടാക്കുമെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഐസ് ഒരു ഖരവസ്തുവല്ലേ, ചൂടാക്കുന്നു എന്ന് കരുതുക. ഐസ് ചൂടാക്കിയാൽ എന്താവും? ജലമായിട്ട് മാറും. ഐസ് എന്ന് പറഞ്ഞാൽ ഒരു ഖരപദാർത്ഥമാണ്, അത് ദ്രാവകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജ്ജത്തിനും എന്താണ് സംഭവിക്കുക? കണികകൾ തമ്മിലുള്ള അകലം, ഖരം ദ്രാവകമാകുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലത്തിന് എന്ത് സംഭവിക്കും? കൂടുന്നു. കണികകളുടെ ഊർജ്ജത്തിന് എന്താ സംഭവിക്കുക? അകലം കൂടുമ്പോൾ അവർ ചലിക്കുമ്പോൾ ഊർജ്ജവും കൂടുന്നു. റെഡിയല്ലേ? യെസ്. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് അവസ്ഥാ പരിവർത്തനം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഹൈലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവസ്ഥാ പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക്, അവസ്ഥ എന്ന് പറയുമ്പോൾ ഖരം, ദ്രാവകം, വാതകം, അതായത് ഒരു അവസ്ഥയിലുള്ള ഒരു പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ പറയുന്ന പേരാണ് അവസ്ഥാ പരിവർത്തനം. അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഖരം താപം ആഗിരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? ദ്രാവകമാവും. ദ്രാവകത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ വാതകമാവും. വാതകത്തെ നമ്മൾ തണുപ്പിക്കുമ്പോൾ തിരിച്ച് ദ്രാവകമാവും. തിരിച്ച് ദ്രാവകത്തെ വീണ്ടും തണുപ്പിക്കുമ്പോൾ അത് ഖരമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഖരം ദ്രാവകമാകുന്നു, ദ്രാവകം വാതകമാകുന്നു, അതിനെ തിരിച്ചും കൊണ്ടുവരാൻ പറ്റും, അല്ലേ? അപ്പോൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അവസ്ഥാ പരിവർത്തനം എന്ന് പറയാം. റെഡി? ഇതിൽ നമ്മൾ ആകെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ടേമാണ്. ഏറ്റവും നിങ്ങൾക്കൊരു ഗ്രീൻ ബോക്സ് കാണാം, ഉത്പതനം. ഇംഗ്ലീഷിൽ സബ്ലിമേഷൻ എന്ന് പറയും. ഉത്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു ഖരപദാർത്ഥത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ, സാധാരണ ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമായിട്ടല്ലേ മാറുക. പക്ഷേ ചില പദാർത്ഥങ്ങളെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത്, ഖരപദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ അത് നേരിട്ട് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. അത്തരം ആ ഒരു അതായത് ഒരു ഖരപദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ നേരിട്ടത് വാതകമായി മാറുന്നുവെങ്കിൽ അതിനെ നമ്മൾ പറയുക ഉത്പതനം എന്നാണ് പറയുക. എന്താ പറയുക? ഉത്പതനം. ഉത്പതനം നടക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കർപ്പൂരമാണ്, രണ്ടാമത്തത് നാഫ്തലീൻ, അതായത് പാറ്റ ഗുളിക എന്ന് പറയുന്ന ഖരവസ്തുവാണ്. ഇതുകൂടാതെ 2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഒന്ന്, അതായത് 3ാമത്തെ ഉദാഹരണം അയോഡീൻ.
അയോഡിൻ എന്ന് കൊടുക്കാം. 4ാമത്തെ ഉദാഹരണം അമോണിയം ക്ലോറൈഡ്. ഈ 4 പദാർത്ഥങ്ങൾക്കും ഉത്പതനം എന്ന് പറയുന്ന പ്രക്രിയയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഉത്പതനത്തിന് 4 ഉദാഹരണങ്ങൾ പഠിച്ചു. 1 അമോണിയം ക്ലോറൈഡ്, 2 അയോഡിൻ, 3 കർപ്പൂരം, 4 നഫ്തലീൻ. റെഡി? ഇത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് പഠിക്കാൻ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസമാറ്റങ്ങളും ഊർജ്ജമാറ്റവും. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, ഈ ഹെഡിങ്ങിനെ നമുക്ക് മറ്റൊരു ഹെഡിങ്ങായിട്ട് കൺസിഡർ ചെയ്യാം. അത് അവിടെ കൊടുത്തിരിക്കുന്നു, രാസപ്രവർത്തനം. അതായത് ഈ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. 1ാമത് രാസപ്രവർത്തനം താപരാസപ്രവർത്തനം, 2ാമത്തത് പ്രകാശരാസപ്രവർത്തനം, 3 വൈദ്യുത രാസപ്രവർത്തനം. ഈ ഓരോ രാസപ്രവർത്തനത്തിലും വ്യത്യസ്ത ഊർജ്ജങ്ങളാണ് ഈ രാസപ്രവർത്തനത്തിന് കാരണമാവുന്നത്. അത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് മക്കളെ. താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് താപോർജ്ജവുമായി ബന്ധപ്പെട്ടതാണ്. പ്രകാശരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് പ്രകാശോർജ്ജവുമായി ബന്ധപ്പെട്ടതാണ്. വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനമാണ്. ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ? രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മക്കളെ, അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് രാസപ്രവർത്തനങ്ങൾ. പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ചില പദാർത്ഥങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? ചില പദാർത്ഥങ്ങൾ പരസ്പരം ആ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ റിയാക്ഷൻ നടന്ന് ഒരു പുതിയൊരു പദാർത്ഥമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം. എന്താ പറയുക? ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അഭികാരകം എന്ന് പറഞ്ഞാൽ മക്കളെ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയുക. അതുപോലെ പുതുതായിട്ടുണ്ടാകുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് ഉൽപ്പന്നങ്ങൾ. റെഡിയാണ്? ചെറിയൊരു ഉദാഹരണം പറയാം. ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നാൽ വാട്ടർ കിട്ടൂലേ? അതിൻ്റെ ഒരു രാസപ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇതാ ഹൈഡ്രജനും വാട്ടറും, ഇതാ 2H2 + O2 gives 2H2O. ഇതൊരു രാസപ്രവർത്തനമാണ്. ഇതിൻ്റെ രാസസമവാക്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ആരൊക്കെ തമ്മിലാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനും. അവർ രണ്ടുപേരും കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ജലം. അപ്പോൾ ഇവിടുത്തെ അഭികാരകങ്ങൾ ആരാ? പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഇനി ഇവിടുത്തെ ഉൽപ്പന്നമാരാണ്? ജലം, H2O. ഇതാണ് കേട്ടോ. ഈ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ രാസപ്രവർത്തനത്തിലേക്ക് പോവാം. 1ാമത്തെ രാസപ്രവർത്തനം താപരാസപ്രവർത്തനങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം പഠിക്കാം. രാസപ്രവർത്തനങ്ങളിൽ, അതായത് താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങളെ നമ്മൾ പൊതുവായിട്ട് എന്ത് വിളിക്കും? താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം. താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ താപോർജ്ജം ആഗിരണം ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുവിടുക. അത്തരം രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് പറയും? താപരാസപ്രവർത്തനം എന്ന് പറയും. അപ്പോൾ താപരാസപ്രവർത്തനം 2 ടൈപ്പില്ലേ? 1 താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം, 2 താപോർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനം. താപോർജ്ജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് താപാഗീരണ രാസപ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ താപാഗീരണ പ്രവർത്തനങ്ങൾ എന്നാണ് അതിന് പറയാം. താപോർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് താപമോചക പ്രവർത്തനങ്ങൾ. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് താപമോചക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? താപമോചക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. അതുപോലെ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? താപാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാം. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ഈ ഓരോന്നിൻ്റെയും നിർവചനം പഠിക്കണം. എന്താണ് താപരാസപ്രവർത്തനം, അതുപോലെ എന്താണ് താപാഗിരണ രാസപ്രവർത്തനം, എന്താണ് താപമോചക രാസപ്രവർത്തനം, അത് ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഉദാഹരണങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. 1ാമത്തെ ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് നോക്കൂ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. അപ്പോൾ ഇവിടെ തമ്മിൽ രാസപ്രവർത്തനം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. മക്കളെ, ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്
നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് കുറച്ച് കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് താപം അനുഭവപ്പെടും അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ഈ രാസപ്രവർത്തനം തുടങ്ങാൻ നമ്മൾ താപോർജ്ജമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ രാസപ്രവർത്തനം കഴിഞ്ഞപ്പോൾ നമുക്ക് താപം കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ താപം പുറത്തേക്ക് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് രാസപ്രവർത്തനത്തിന് ഉദാഹരണമായിരിക്കും? താപമോചക രാസപ്രവർത്തനം. താപമോചക രാസപ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണേത്? ഈ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ പട്ടികയിൽ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. അത് ഏതിന് ഉദാഹരണമാണ്? താപമോചക രാസപ്രവർത്തനം. റെഡി? ഇനി അവർ നമ്മളോട് പറയാണ്, ഈ രാസപ്രവർത്തനത്തിൻ്റെ സമയത്ത് നമ്മളൊരു കത്തിച്ച തീപ്പെട്ടിക്കോല് ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കൊണ്ടുവന്നാൽ വാതകം ടപ്പ് ശബ്ദത്തോടെ കത്തുന്നു. ടപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന വാതകമാണ്. റെഡിയല്ലേ? ഇനി മറ്റൊരു കാര്യം, മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ലോഹമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡാണ്. ഒരു ലോഹവും ആസിഡും കൂടി പ്രവർത്തിച്ചാൽ എപ്പോഴും അവിടെ ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും? ഹൈഡ്രജനാണ് കേട്ടോ. ഏതാണ്? ഹൈഡ്രജൻ. ഇനി അതിൻ്റെ രാസസമവാക്യം നമ്മളൊന്ന് എഴുതി നോക്കാം. ആരൊക്കെ തമ്മിലാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും അല്ലേ? അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. Mg+HCl gives MgCl2+H2. ഈ രാസസമവാക്യം നോക്കിയിട്ട് മക്കൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരൊക്കെ ഇവിടുത്തെ അഭികാരകങ്ങൾ? യെസ്, Mgയും HClഉം. ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാണ്? MgCl2 അതുപോലെ H2. റെഡിയല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നീറ്റുകക്ക പ്ലസ് ജലം ഗീവ്സ് ചുണ്ണാമ്പ് പ്ലസ് താപം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രാസസമവാക്യമാണ്. നീറ്റുകക്കയും ജലവും കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊന്ന് ചുണ്ണാമ്പായിരിക്കും, അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? താപം. അപ്പോൾ ഇതും ഒരു താപരാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഈ ചൂട്, ഈ താപം എന്ന് എഴുതിയിരിക്കുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തല്ലേ? ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് താപം കാണുന്നുണ്ടെങ്കിൽ അതൊരു താപമോചക രാസപ്രവർത്തനമായിരിക്കും. അപ്പോൾ നമ്മളിതുവരെ പഠിച്ച രണ്ട് എക്സാമ്പിൾ എന്തിന് ഉദാഹരണങ്ങളാണ് മക്കളെ? താപമോചക രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഇതവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. എന്താ മൂന്നാമത്തെ എക്സാമ്പിൾ കൊടുത്ത് നോക്കൂ, നീറ്റുകക്കയും ജലവും തമ്മിലുള്ള രാസപ്രവർത്തനം. റെഡിയല്ലേ? ഇത് ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ഈ സ്ക്രീനിൽ എഴുതുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് കേട്ടോ. ചെറിയൊരു പ്രയാസമുണ്ട് സ്ക്രീനിൽ എഴുതാൻ, അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ കാണുന്നത് കേട്ടോ. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ഉദാഹരണങ്ങളിലേക്ക് പോവാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് നന്നായി ചൂടാക്കുക. ഇവിടെ കാണുന്ന പോലെ ചിത്രം 4.4 ഒരു ടെസ്റ്റ് ട്യൂബുണ്ട് ഇവിടെ ഈ പിങ്ക് നിറത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, അത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതിനെ നമ്മൾ താഴെ നിന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ഈ രാസപ്രവർത്തനം നടക്കാൻ നമ്മൾ താപം കൊടുക്കുകയാണ്. താപം കൊടുത്തിട്ടാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ, ഇത് ഏത് രാസപ്രവർത്തനത്തിന് ഉദാഹരണമായിരിക്കും? താപ ആഗീരണ രാസപ്രവർത്തനം. ഏതാണ്? താപ ആഗീരണ രാസപ്രവർത്തനം. ഇവിടെ നടക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനമാണ്. എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനം. ഇനി ഈ വിഘടിക്കുന്ന സമയത്ത് നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചന്ദനത്തിരി ആളിക്കത്തും. കാരണം പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്ന സമയത്ത് ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ അവിടെ ഒരു വാതകം ഉണ്ടാകുന്നുണ്ട്. ആ വാതകത്തിൻ്റെ പേരാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രത്യേകത, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. അപ്പോൾ ചന്ദനത്തിരി വെക്കുന്ന സമയത്ത് ഒന്നും കൂടി ആ ഓക്സിജൻ വാതകം പുറത്തേക്ക് വരുമ്പോൾ ഒന്നും കൂടി ആളിക്കത്താൻ ഈ ചന്ദനത്തിരി കാരണമാകും, ഇടയാകും കേട്ടോ. റെഡിയല്ലേ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ നാലാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക, അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. മക്കളെ, ഈ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇത് ചുറ്റുപാടുമുള്ള എല്ലാ താപത്തെയും ആഗിരണം ചെയ്യും. അപ്പോൾ ഈ താപം ആഗിരണം ചെയ്തതിന് ശേഷം മാത്രമേ ഈ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി താപം വലിച്ചെടുക്കുകയാണ്, ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനം. അപ്പോൾ ഇത് ഏതിന് ഉദാഹരണമാണ്? താപ ആഗിരണ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ആണ്. റെഡിയാണല്ലോ? യെസ്. ഇനി ഈ ടെക്സ്റ്റിൽ പറയാത്തൊരു രാസപ്രവർത്തനമാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനം. ഇതുവരെ തമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പുകയും അതുപോലെ താപവും ഒക്കെ പുറത്തേക്ക് മോചിപ്പിക്കുകയാണ്. അപ്പോൾ അതും ഏതിന് എക്സാമ്പിളാണ്? താപമോചക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ചുരുക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്,
താപരാസപ്രവർത്തനത്തിൽ നമുക്ക് ആകെ ഒരു 5 ഉദാഹരണങ്ങൾ പഠിക്കാനുണ്ട്. 5 ഉദാഹരണങ്ങളിൽ 3 താപമോചക പ്രവർത്തനങ്ങളിലും അതുപോലെ 2 താപാകിരണ പ്രവർത്തനങ്ങളിലും പഠിക്കാനുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ താപാകിരണ പ്രവർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? എഗ്ഗിൻ്റെ ബോയിലിംഗ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കോഴിമുട്ട നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ അതിനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കോഴിമുട്ട നമ്മൾ പുഴുങ്ങുന്ന സമയത്തൊക്കെ അതിനുള്ളിലുള്ള അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടനയിലൊക്കെ മാറ്റം വരാറില്ലേ? കോഴിമുട്ട ഒരു പുതിയൊരു പദാർത്ഥമായിട്ട് അവിടെ മാറുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു രാസപ്രവർത്തനമാണ്. നമ്മൾ ചൂട് കൊടുത്തതിന് ശേഷമാണ് അതിനുള്ളിൽ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ താപം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് താപാകിരണ രാസപ്രവർത്തനത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാം. റെഡിയാണല്ലോ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക്, പ്രകാശരാസപ്രവർത്തനം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ പഠിച്ചുള്ള ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് പ്രകാശരാസപ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ മോചിപ്പിക്കുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ. പ്രകാശരാസപ്രവർത്തനങ്ങളുടെ കേസിൽ നമുക്ക് 3 ഉദാഹരണങ്ങളാണ് പഠിക്കാനുള്ളത്. അത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്നാമത്തെ ഉദാഹരണത്തിൽ സിൽവർ ക്ലോറൈഡിൻ്റെ വിഘടനം, രണ്ടാമത്തത് പ്രകാശ സംശ്ലേഷണം, 3 ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ ജൈവദീപ്തി. ഇത് 3 ഇതിൻ്റെ ഉദാഹരണങ്ങൾ. ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിത്രം 4.5 എയും 4.5 ബിയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മോട് പറയാണ്, അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കുക, അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. ഇവർ രണ്ടുപേരും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക മക്കളെ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമായിരിക്കും. റെഡിയാണല്ലോ? ആ സിൽവർ അത് നിർമ്മിച്ചിരിക്കുന്ന സിൽവർ ക്ലോറൈഡിലേക്ക് നമ്മൾ 2 കഷ്ണം പഞ്ഞി അതിലേക്ക് എന്ത് ചെയ്യുക, മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു പഞ്ഞിനെ പഞ്ഞി പറഞ്ഞാൽ കോട്ടണാണ്, അതിനെ നമ്മളൊരു കറുത്ത തുണി ഉപയോഗിച്ചുകൊണ്ട് മൂടിയിട്ട് കവർ ചെയ്തിട്ട് വെയിലത്ത് കൊണ്ടുവെക്കുക. മറ്റേതിനെ രണ്ടാമത്തെ പഞ്ഞി നമ്മൾ അതുപോലെ എന്ത് ചെയ്യുക, വെയിലത്ത് കൊണ്ടുവെക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നിരീക്ഷിക്കാനാണ് നമ്മോട് പറയുന്നത്. സ്വാഭാവികമായിട്ടും മക്കളെ, നമ്മൾ ആ കറുത്ത കടലാസ് കൊണ്ട് കവർ ചെയ്യാത്തൊരു പഞ്ഞിയില്ലേ, കോട്ടൺ, അതിൽ ഒരു കറുത്ത നിറം അതിൻ്റെ മുകളിൽ ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രകാശ ഊർജത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ പഞ്ഞിയിൽ ഒരു രാസപ്രവർത്തനം നടക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നമുക്കറിയാം പഞ്ഞിയിലുള്ളത് സിൽവർ ക്ലോറൈഡാണ്. അപ്പോൾ പ്രകാശോർജം വരുന്ന സമയത്ത് ഈ സിൽവർ ക്ലോറൈഡുമായിട്ട് രാസപ്രവർത്തനം നടന്നിട്ട് സിൽവർ ക്ലോറൈഡിൻ്റെ വിഘടനമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏത് രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇത് നടക്കാൻ പ്രകാശോർജം വളരെ അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ പ്രകാശോർജത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? ഇതും ഒരു പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതുപോലെ മൂന്നാമത്തെ ഉദാഹരണം മിന്നാമിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മിന്നാമിനിങ്ങിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? മിന്നാമിനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഇതിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യും. എന്നിട്ട് അതിൻ്റെ ശരീരത്തിലൊരു രാസപ്രവർത്തനം നടക്കും. എന്നിട്ട് ദൃശ്യപ്രകാശം അതെന്ത് ചെയ്യും? പുറത്തേക്ക് മോചിപ്പിക്കും. അപ്പോൾ ഇത് പുറത്തേക്ക് പ്രകാശം മോചിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്തിന് ഉദാഹരണമാണ്? ഒരു പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ബയോലൂമിനസെൻസ് അഥവാ ജൈവദീപ്തി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് മിന്നാമിനിങ് മാത്രമല്ല, ഇതുപോലെ ചിലയിനം കടൽ ജീവികളും അതുപോലെ ചില പുഴുക്കളും ജൈവദീപ്തി എന്ന പ്രതിഭാസം പ്രദർശിപ്പിക്കാറുണ്ട്. റെഡിയല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഗ്രീൻ ബോക്സിൽ എന്താണ് പ്രകാശ രാസപ്രവർത്തനം എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇത് എന്തൊക്കെ മക്കൾ നമ്മളോട് പഠിച്ചത്? പ്രകാശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ 3 ഉണ്ട്. ആ 3 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെഡിയല്ലേ? ഇനി ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിലാണ് സൂക്ഷിക്കുന്നത്. എന്തായിരിക്കും കാരണം? നിങ്ങൾ തന്നെ പറ. ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പിയിൽ നിറച്ചിട്ടാണ് നമുക്ക് കിട്ടാറ്. എന്തുകൊണ്ടായിരിക്കും? മക്കളെ, ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ നിറയ്ക്കാനുള്ള കാരണം സൂര്യപ്രകാശം അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത്തരം ഈ മരുന്നുകളുടെ പ്രത്യേകത, ഇവർ സൂര്യപ്രകാശവുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രാസപ്രവർത്തനം നടക്കും. ഏത് രാസപ്രവർത്തനം? പ്രകാശ രാസപ്രവർത്തനം നടക്കുകയും ആ മരുന്നുകൾ വിഘടിച്ചിട്ട് മറ്റു ചില പദാർത്ഥങ്ങളായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ആ മരുന്നിന് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. സുതാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടന്നു പോകുന്ന കുപ്പികളെയാണ് നമ്മൾ സുതാര്യം എന്ന് പറയുക, സുതാര്യമായ കുപ്പി എന്ന് പറയുക. അപ്പോൾ ഇത്തരം കുപ്പികളിൽ ചില സിൽവർ നൈട്രേറ്റ് നിറയ്ക്കാതിരിക്കാനുള്ള കാരണം എന്താ? സിൽവർ നൈട്രേറ്റ് നിറയ്ക്കാതിരിക്കാനുള്ള കാരണം ഇത് പ്രകാശവുമായി അല്ലെങ്കിൽ പ്രകാശോർജ്ജവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് ചെയ്യാത്തത് മക്കളെ? സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാത്തത്. റെഡിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കുക. ഈ പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ രാസപ്രവർത്തനമാണ് നമുക്ക് പഠിക്കാനുള്ളത്, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. വൈദ്യുത രാസപ്രവർത്തനങ്ങളുടെ ഡെഫിനിഷൻ ആദ്യം നമുക്കുള്ള പഠിക്കാം. എന്താണ് വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ? വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മക്കളെ, രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം. പ്രധാനമായിട്ടും ഈ ടോപ്പിക്കിൽ നമുക്ക് 4 ഉദാഹരണങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, വൈദ്യുത രാസസെല്ലുകൾ. രണ്ടാമത്തത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം. 3, വൈദ്യുത ലേപനം. 4-മത്തത് വൈദ്യുത രാസസെല്ലുകൾ. ഇങ്ങനെ 4 ഉദാഹരണങ്ങളായിട്ട് നമുക്കിതിനെ ചിത്രീകരിക്കാം. ഒന്നാമത്തെ ഉദാഹരണത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു സെല്ല് നിങ്ങൾക്ക് കാണാം. ഈ സെല്ലിനെ പറയുന്ന പേരാണ് ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻട്രലിലെ ഭാഗമാണ് കാർബൺ ദണ്ട്, പിന്നെ സിങ്ക് പാത്രം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഈ ചിത്രം ഒന്ന് നോക്കി വെക്കണം കേട്ടോ എല്ലാവരും. ഇനി ഒരു ഡ്രൈ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറില്ലേ ബാറ്ററി, റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരം ബാറ്ററിയാണ് ഡ്രൈ സെൽ. ഇവിടെ ഏത് തരത്തിലുള്ള ഊർജ്ജമാറ്റമാണ് നടക്കുന്നത്? യെസ്, ഡ്രൈ സെല്ലിനുള്ളിൽ രാസോർജ്ജം എന്തായിട്ടാണ് മാറുക? വൈദ്യുതോർജ്ജമായിട്ട് മാറും. റെഡി? അതാണ് ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം കേട്ടോ. രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറും. ഇനി ഒന്നാമത്തെ ഉദാഹരണത്തിലേക്ക് വരാം, വൈദ്യുത രാസസെല്ലുകൾ. എന്താണ് വൈദ്യുത രാസസെല്ലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളെ, ചിത്രം 4.9 ശ്രദ്ധിക്കുക. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി കാണാം, സ്വിച്ച് കാണാം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിച്ച് വൈദ്യുതി എന്ത് ചെയ്യും മക്കളെ? താഴെ കാണുന്ന ബീക്കറിൽ ലായനിയിലേക്ക് വൈദ്യുതോർജ്ജം എത്തിച്ചേരും. അപ്പോൾ ഇവിടെ വൈദ്യുതോർജ്ജം അങ്ങോട്ട് എത്തിച്ചേരുന്ന സമയത്ത് ആ ലായനിയിൽ ചില രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കും. അപ്പോൾ വൈദ്യുതോർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ടാണ് ഇവിടെ മാറുക. അത്തരം സെല്ലുകളെ പറയുന്ന പേരാണ് വൈദ്യുത രാസസെല്ലുകൾ. രണ്ടാമത്തെ ഉദാഹരണം, വൈദ്യുത വിശ്ലേഷണം. എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തെ പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഒന്ന്, ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ജലം എന്തായിട്ട് മാറും? ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. ഇതും ഒരു രാസപ്രവർത്തനമല്ലേ? ഇത് ഏത് രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? വൈദ്യുത രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. റെഡിയല്ലേ? ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമുക്ക് അവിടെ വായിക്കാൻ പറ്റും, വൈദ്യുത ലേപനം. എന്താണ് വൈദ്യുത ലേപനം? എന്താണ് വൈദ്യുത ലേപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് വൈദ്യുത ലേപനം. വൈദ്യുത ലേപനത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 4.10. എന്തൊക്കെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്? ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ ബാറ്ററി കാണാം, സ്വിച്ച് കാണാം, അതുപോലെ ഒരു ബീക്കറുണ്ട്, ഒരു ലായനിയുണ്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ ലായനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിത്രം മക്കളെ സൂചിപ്പിക്കുന്നത് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇരുമ്പ് വള ഇതിലെവിടെ കൊടുത്തിരിക്കുന്നത്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് ചെമ്പ് തകിട് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ രാസപ്രവർത്തനം നടന്ന് ഈ ചെമ്പിനെ നമുക്ക് ഇവിടെ ഇരുമ്പ് വളയുടെ മുകളിൽ കോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടുപേരും ഇറക്കി വെച്ചിരിക്കുന്ന ഒരു ലായനിയിലാണല്ലേ. ഈ ലായനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലോഹമാണോ
പൂശാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ ലായനിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ചെമ്പല്ലേ, അപ്പോൾ ചെമ്പിൻ്റെ ലായനി, ചെമ്പിൻ്റെ ഇലക്ട്രോലൈറ്റാണ് നമ്മളിവിടെ ലായനിയായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ചെമ്പിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്നറിയപ്പോൾ, ചെമ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇംഗ്ലീഷ് അതിനെ കോപ്പർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലായനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. ഇനി ഇവിടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഇരുമ്പ് വളയുടെ മുകളിൽ സിൽവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ നിങ്ങൾ പറ, എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരിക? അപ്പോൾ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കണം, പൂശേണ്ട ലോഹം, അതായത് നമ്മൾ ഏത് ലോഹമാണോ പൂശാൻ മറ്റു ലോഹത്തിൻ്റെ മുകളിൽ ആവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ലോഹത്തെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നെഗറ്റീവ് ടെർമിനലിൽ ഏത് ലോഹത്തിൻ്റെ മുകളിലാണോ നമുക്ക് ചെയ്യേണ്ടത്, ആ ലോഹമാണ് നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പറ, സിൽവർ ആണെങ്കിൽ, വെള്ളിയാണെങ്കിൽ നമ്മൾ എവിടെ കണക്ട് ചെയ്യും? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ അല്ലേ. ഇരുമ്പ് വള എവിടെ കണക്ട് ചെയ്യും? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ. ഇവിടെ നമ്മൾ ഏത് ലായനിയാണ് നമ്മൾ ഉപയോഗിക്കുക? ഇതാ നിങ്ങൾ ആ പാരഗ്രാഫ് നോക്കൂ. സിൽവറാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ലായനി ഏതാണ്? സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളുടെ മിശ്രിതമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് സ്വർണം അഥവാ ഗോൾഡാണ് പൂശേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ചിത്രീകരണം വരേണ്ടത്? ചെമ്പ് തകിടുള്ള ഭാഗത്ത് എന്ത് കൊടുക്കുക? ഗോൾഡ് കൊടുക്കുക. ആ ലായനിയുടെ അവിടെ നമ്മൾ ഏതിൻ്റെ ലായനിയാണ് ഉപയോഗിക്കേണ്ടത്? ഗോൾഡിൻ്റെ ലായനിയാണ് ഉപയോഗിക്കേണ്ടത്. ഗോൾഡിൻ്റെ ലായനി ഏതാണ്? ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വൈദ്യുത ലേപനം. അപ്പോൾ എന്താ വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ? വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിൻ്റെ മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് വൈദ്യുത ലേപനം. ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഇതിൽ ചിത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ലോഹമാണോ പൂശാൻ മീൻസ് കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്ത് കണക്ട് ചെയ്യണം. ഇനി എന്തിൻ്റെ മുകളിലാണോ ചെയ്യുന്നത്, അതിനെ നെഗറ്റീവ് ഭാഗത്ത് കണക്ട് ചെയ്യണം. അതുപോലെ ആ ലായനി നമ്മൾ എടുക്കേണ്ടത് ഏത് ലോഹം ഉപയോഗിച്ചിട്ടാണോ പൂശാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ലായനിയാണ് എടുക്കേണ്ടത് കേട്ടോ. പ്രധാനമായിട്ട് ടെക്സ്റ്റിൽ 3 ലോഹങ്ങളാണ് പറയുന്നത്. ഒന്ന് ചെമ്പ്, രണ്ടാമത്തത് സിൽവർ വെള്ളി, മൂന്നാമത്തത് സ്വർണം ഗോൾഡ് കേട്ടോ. റെഡി? ഇനി നമ്മൾ ഈ വൈദ്യുത രാസപ്രവർത്തനത്തിലെ അവസാനത്തെ ഉദാഹരണമാണ് വൈദ്യുത രാസസെല്ലുകൾ. അതിൻ്റെ ഏറ്റവും നല്ലൊരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് നാരങ്ങയാണ്, ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സിങ്കും കോപ്പറിൻ്റെയും ആണികൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. റെഡി? എന്നിട്ട് അതിനൊരു LED യുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇവിടെ LED പ്രകാശിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇവിടെ LED പ്രകാശിക്കുന്നത്? അവിടെ ലോഹവും ചെറുനാരങ്ങയിലുള്ള ആസിഡുകളും തമ്മിൽ രാസപ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ രാസപ്രവർത്തനം നടന്ന് അത് വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്തായിരിക്കും? രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് അല്ലേ. ഒരു രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് വൈദ്യുത രാസസെല്ലുകൾ. അതിനൊരു ഉദാഹരണം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ പഠിച്ചിരുന്നു, ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യുത രാസസെല്ലുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റത്തെ രാസപ്രവർത്തനം നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക 4.5 പറയുന്നുണ്ട്. ചില രാസപ്രവർത്തനങ്ങൾ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന പ്രധാനമായിട്ടുള്ള ഊർജ്ജമാറ്റം എന്താണെന്നാണ് അവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തത് പദാർത്ഥങ്ങളുടെ ജ്വലനം. പദാർത്ഥങ്ങൾ കത്തിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് എന്താ സംഭവിക്കുക? താപം പുറത്തുവിടുന്നു. ഓക്കെ. ഇനി പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം. പദാർത്ഥങ്ങൾ ചൂടേറ്റുള്ള വിഘടനം എങ്ങനെ സംഭവിക്കുന്നത്? താപം ആഗിരണം ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. അത് ഊർജ്ജമാറ്റം, താപം ആഗിരണം ചെയ്യുന്നു. ജൈവദീപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? പ്രകാശം പുറത്തുവിടുന്നു. ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതി പുറത്തുവിടുന്നു, അല്ലെങ്കിൽ വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. എങ്ങനെയാണ് വൈദ്യുത വിശ്ലേഷണം നടക്കുന്നത്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തിട്ടാണ്. റെഡിയല്ലേ? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗത്തിൽ. ഇനി ഇതിൻ്റെ ലെറ്റസ് വിലയിരുത്താം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി അടുത്ത